വയനാട് ദുരന്തത്തിൽപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പുനരധിവാസം തുടങ്ങി. ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും വാടകയ്ക്ക് തുല്യമായ തുക സർക്കാർ നൽകുമെന്ന് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം മന്ത്രി കെ രാജൻ പറഞ്ഞു. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ചാലിയാർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ തുടരും. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അതേ പരിഗണന ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കും നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി വയനാട് കളക്ട്രേറ്റിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബന്ധുവീടുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും സർക്കാർ നിശ്ചയിക്കുന്ന വാടക ആ ബന്ധുവീടുകളിൽ പോകുന്നവർക്കും കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സൗകര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിധത്തിൽ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ അതിലില്ല. ക്യാമ്പിൽ വന്നില്ല, സർക്കാർ വാടക വീട്ടിൽ താമസിച്ചില്ല എന്നുള്ളതുകൊണ്ട് സാധ്യമായിട്ടുള്ള പുനരധിവാസത്തിന്റെ സ്ഥിരമായിട്ടുള്ള പ്രക്രിയയിൽ അവരുടെ പേര് വരാതിരിക്കും. ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തും. 5 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി ഉചിതമായ വാസസ്ഥലങ്ങൾ സർക്കാർ കണ്ടെത്തും. നമുക്ക് ആദ്യ പരിഗണന മേപ്പാടിയാണെങ്കിൽ പിന്നെ തുടർന്നുള്ള പരിഗണനയിൽ മുപ്പൈനാട്, വൈത്തിരി, കൽപ്പറ്റ, മുട്ടിൽ, അമ്പലവയൽ ഈ 5 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നമുക്ക് ആളുകളെ പാർപ്പിക്കാനുള്ള താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നതിന്റെ പ്രഥമമായിട്ടുള്ള പരിഗണനയുള്ളത്. 401 ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചതിൽ 52 എണ്ണത്തിന്റെ ഫലം കണ്ടെത്താനായിട്ടില്ല. 349 ശരീരഭാഗങ്ങൾ 248 പേരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 121 പേർ പുരുഷന്മാരും 127 പേർ സ്ത്രീകളുമാണ്. ദുരന്തമുണ്ടായ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടരും. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയും തുടരും. മനുഷ്യന് മാത്രമല്ല, ആ പ്രദേശങ്ങളിലെ മൃഗങ്ങളുടെ പരിപാലനത്തിന് ആവശ്യമായ കാര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തും. തിരച്ചിൽ തുടരുന്നതിനോടൊപ്പം പുനരധിവാസത്തിനും അതിജീവനത്തിനുമായുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കൂടുതൽ ശ്രദ്ധ ഊന്നുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.